പ്രശാന്ത് കൃഷ്ണൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രശാന്ത്, പല സമയപരിധി പറഞ്ഞിരുന്നു, അതൊക്കെ കഴിഞ്ഞു. ആളുകളുടെ ദുരിതം നമ്മൾ നേരിട്ട് കണ്ടു, അവരുടെ പ്രയാസങ്ങൾ നമ്മൾ നേരിട്ട് കേട്ടതാണ്. ഇപ്പോൾ പമ്പിംഗ് തുടങ്ങിയോ? എപ്പോഴേക്ക് വീടുകളിലേക്ക് വെള്ളം എത്തിത്തുടങ്ങും? ആര്യ, 9:45 ശേഷം പമ്പിംഗ് ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പൈപ്പിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയായിരിക്കുന്നു. വാൽവിന്റെ പണിയാണ് വൈകിട്ട് 4:30 മണി മുതൽ നടന്നത്. ആ പണി ഏകദേശം 6 മണിക്കൂറിലധികം നീണ്ടു എന്നതാണ്. അത് സമയം പ്രതീക്ഷിച്ചതിലും കൂടുതൽ സമയമെടുത്തു അത് പൂർത്തിയാക്കാൻ. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ തൊഴിലാളി ഭാഗം, ഇത് ഈ വാൽവിന്റെ ഈ രണ്ടറ്റം ഈ പൈപ്പുകളുമായി ബന്ധിപ്പിക്കുന്ന പ്രവൃത്തിയാണ് വൈകിയത്. ആദ്യം ഈ വശത്തെ പൈപ്പ് ബോൾട്ട് ഉപയോഗിച്ച് പൈപ്പുമായി ഈ വാൽവ് ബന്ധിപ്പിക്കുന്ന പ്രവൃത്തി വേഗത്തിൽ തന്നെ പൂർത്തിയായി. പക്ഷേ ഈ മറുവശത്ത് ഇപ്പോൾ ഈ തൊഴിലാളികൾ നിൽക്കുന്ന ഈ ഭാഗത്ത് 1 ഇഞ്ചിന്റെ ഒരു അലൈൻമെന്റ് വ്യത്യാസം വന്നു. ഇതാണ് വലിയ പ്രതിസന്ധിക്ക് ഇടയാക്കിയത്. ഏകദേശം 4 മണിക്കൂറിലധികം വലിയ പ്രതിസന്ധി ഉണ്ടായി. കാരണം 2 വശത്ത് നിന്ന് മണ്ണിടിച്ചു മാറ്റേണ്ടി വന്നു. ഈ പൈപ്പിനടിയിലെ മണ്ണ് തൊഴിലാളികൾക്ക് മൺവെട്ടിയും ചട്ടികളും ഉപയോഗിച്ച് നീക്കേണ്ടി വന്നു. മണിക്കൂറുകൾ എടുത്തു. ഇതിനിടയ്ക്ക് മഴ പെയ്തു. ഇതെല്ലാം പ്രതിസന്ധിയിലായി. പ്രവൃത്തി നിർത്തിവെക്കേണ്ടി വന്നു. ഈ മണ്ണ് നീക്കിയതോടെ ഈ 1 ഇഞ്ച് അലൈൻമെന്റ് പരിഹരിക്കുന്നതിനുള്ള തകരാറ് പരിഹരിക്കുന്നതിനുള്ള സാഹചര്യം ഒരുങ്ങി. അങ്ങനെ ഈ വാൽവും പൈപ്പും ഒരേ അളവിലെത്തുകയും തുടർന്ന് ഈ ബോൾട്ട് 1 മണിക്കൂർ എടുത്ത് ഈ നട്ടും ബോൾട്ടും ഉപയോഗിച്ച് ഈ പൈപ്പ് ലൈൻ ബന്ധിപ്പിക്കുകയാണ് ചെയ്തത്. ഏകദേശം 9:45 ഈ പണി മുഴുവനായി പൂർത്തിയായി. തൊട്ടപ്പുറത്ത് പൈപ്പ് ലൈൻ ഐരാണിമുട്ടം ടാങ്കിലേക്കുള്ള, അരുവിക്കരയിൽ നിന്ന് ഐരാണിമുട്ടം ടാങ്കിലേക്കുള്ള ഡയറക്റ്റ് പൈപ്പ് ലൈനാണ് ഇത്. അവിടുത്തെ പുതിയ പൈപ്പ് മാറ്റുന്ന പ്രവൃത്തികൾ ഉച്ചയ്ക്ക് 2:30 തന്നെ പൂർത്തിയായിരുന്നു. കോൺക്രീറ്റ് പ്രവൃത്തികളും നടന്നിരുന്നു. പക്ഷേ ഈ വാൽവിന്റെ പണി ആണ് പ്രതിസന്ധിയായത്. അത് പൂർത്തിയായതോടെ 9:45 സൂപ്രണ്ട് എഞ്ചിനീയർ അരുവിക്കര പ്ലാന്റിൽ നിന്ന് പമ്പിംഗ് ആരംഭിക്കുന്നതിനുള്ള നിർദ്ദേശം നൽകി. പമ്പിങ്ങിന് വേണ്ടി എല്ലാം തന്നെ സജ്ജമായിരുന്നു. ഇനി 1.5 മണിക്കൂർ എടുക്കും നമ്മൾ ഈ നിൽക്കുന്ന ഈ ഭാഗത്തേക്ക് കുടിവെള്ളം ഒഴുകിയെത്താൻ. ഇവിടെ നിന്ന് നേരത്തെ ഈ കോൺക്രീറ്റ് സെറ്റായി കഴിഞ്ഞാൽ മാത്രമേ ഈ വാൽവ് തുറക്കൂ എന്ന് തീരുമാനിച്ചിരുന്നു. പക്ഷേ 4 മണിക്കൂറിലധികം കോൺക്രീറ്റ് സെറ്റാകാനുള്ള സമയം കിട്ടിയത് കൊണ്ട് തന്നെ വാൽവ് ഇവിടെ നിന്ന് ചെറിയ മർദ്ദം കുറഞ്ഞ രീതിയിൽ തുറന്നു വയ്ക്കുമെന്ന് സൂപ്രണ്ട് എഞ്ചിനീയർ അറിയിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ 1.5 മണിക്കൂർ എടുത്താലും ഏകദേശം അടുത്ത 3 മണിക്കൂറിനുള്ളിൽ ഐരാണിമുട്ടം ടാങ്കിലേക്ക് ഈ വെള്ളം എത്തും. അവിടെ നിന്ന് പല ഭാഗത്തായി വിതരണം തുടങ്ങും. അതായത് നമ്മുടെ മണക്കാട്, ആറ്റുകാൽ, തിരുവല്ല തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം തന്നെ ജലം എത്തുന്നത് ഈ ഐരാണിമുട്ടം ടാങ്കിൽ നിന്നാണ്. അതേസമയം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ അരുവിക്കരയിലെ ഒരു പ്ലാന്റിൽ നിന്നാണ് വെള്ളം PTP നഗറിലേക്ക് എത്തുന്നത്. ഐരാണിമുട്ടത്തേക്ക് ഉള്ള ഡയറക്റ്റ് ലൈനും അവിടെ നിന്നാണ്. അവിടുത്തെ വാൽവ് തുറന്നതോടെ തന്നെ, അവിടെ പമ്പിംഗ് ആരംഭിച്ചതോടെ തന്നെ PTP നഗർ ഭാഗത്തു നിന്നുള്ള വിതരണ ശൃംഖലയിൽ, അതായത് തിരുമല, പൂജപ്പുര ഈ പ്രദേശങ്ങളിലേക്കെല്ലാം ഉള്ള ജലവിതരണം ഉടൻ തന്നെ നടക്കും. കാരണം ആ പ്ലാന്റിൽ നിന്ന് ഐരാണിമുട്ടത്തേക്കുള്ള ഒരു ട്രാൻസ്മിഷൻ ലൈനും പിന്നെ PTP നഗർ ഭാഗത്തു നിന്നുള്ള ഡിസ്ട്രിബ്യൂഷൻ ലൈനുകളാണ് ഉള്ളത്. ഈ പ്രദേശത്തേക്കെല്ലാം ചാർജിങ് നടന്നതോടെ ഇന്ന് രാത്രിയോടെ തന്നെ വെള്ളം എത്തും. നാളെ രാവിലെയോടെ പൂർണ്ണ തോതിൽ തന്നെ വെള്ളം പഴയ രീതിയിൽ തന്നെ ജലവിതരണം പുനഃസ്ഥാപിക്കാൻ സാധിക്കും എന്നത് തന്നെയാണ് അധികാരികൾ അറിയിക്കുന്നത്. അത് ഏറെക്കുറെ ശരിയുമാണ്. കാരണം ഇപ്പോൾ 1.5 മണിക്കൂർ കൊണ്ട് ഈ പൈപ്പ് ലൈനിലൂടെ വെള്ളം കടന്ന് ഐരാണിമുട്ടം ടാങ്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും ഈ പ്രതിസന്ധിക്ക് ഈ നാളെ പുലർച്ചെയോടെ പരിഹാരമാവുകയാണ്. ഇതിലേറ്റവും പ്രധാനം, ഇപ്പോൾ അല്പസമയം മുമ്പ് ആര്യ രാജേന്ദ്രൻ മേയർ പറഞ്ഞത്, ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണം, അതായത് അരുവിക്കരയിലെ ഒരു പ്ലാന്റ് അടച്ചിട്ടാണ് ഈ നഗരത്തിനുള്ളിലുള്ള ഈ പ്രവൃത്തി നടത്തേണ്ടി വന്നത്. ഈ ഒരു സാഹചര്യം ഇനിയെങ്കിലും ഉണ്ടായി ഇതുപോലെ സ്ഫോടനാത്മകമായ സ്ഥിതി ഉണ്ടാകുന്നത് ഒഴിവാക്കേണ്ടതുണ്ട്. അതായത് ഈ അരുവിക്കരയിൽ നിന്ന് ജലവിതരണം തുടങ്ങിയാൽ മറ്റു പല ഭാഗത്ത്, കഴിഞ്ഞ ദിവസം തന്നെ തിരുമലയിലെല്ലാം തിരുമല PTP നഗർ ഭാഗത്തെ വാൽവ് അവിടെ അടച്ച് ആ ഭാഗത്തെങ്കിലും വിതരണം നടത്താനുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നു. പക്ഷേ ഈ വാൽവുകളെല്ലാം കാലപ്പഴക്കം ചെന്നുകൊണ്ട് തന്നെ അത് ശരിയായി പ്രവർത്തിച്ചില്ല. അത് കാരണമാണ് ഈ പമ്പിംഗ് നടക്കുന്ന സ്റ്റാർട്ടിംഗ് കേന്ദ്രമായ അരുവിക്കരയിൽ തന്നെ അടയ്ക്കേണ്ടി വന്നത്. ഒരു പ്ലാന്റ്, അരുവിക്കരയിൽ ആകെ 4 പ്ലാന്റുകളാണുള്ളത്. അതിൽ 3 വഴിയുള്ള
3 പ്ലാന്റുകളിൽ നിന്നുള്ള കുടിവെള്ള വിതരണം നടക്കുന്നുമുണ്ട്. പക്ഷേ ഈ ഒരു പ്ലാന്റ് അവിടെ തന്നെ അടയ്ക്കേണ്ടി വന്നതുകൊണ്ടാണ് നഗരത്തെ ആകെ 4 ദിവസം വെള്ളം കൂടി മുട്ടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതിൽ മറ്റ് അരുവിക്കരയിൽ നിന്ന് പമ്പ് ചെയ്താലും മറ്റു പ്രദേശങ്ങളിൽ ഈ വാൽവുകൾ പ്രവർത്തിക്കാത്തതും ഒരു പ്രതിസന്ധിയായി. ഇതൊക്കെ തന്നെയാണ് 4 ദിവസം നഗരം നരകയാതന അനുഭവിക്കാനുള്ള ഒരു പ്രധാന കാരണം. ഏതായാലും 4 മുഴു ദിവസം നീണ്ട് 4-ാം ദിവസം അവസാനിക്കുന്ന ഈ മണിക്കൂറിൽ അരുവിക്കരയിൽ നിന്ന് പമ്പിംഗ് പുനരാരംഭിച്ചിരിക്കുന്നു. നാളെ രാവിലെ സാധാരണഗതിയിൽ ജനങ്ങളുടെ ഒരിറ്റു വെള്ളത്തിന് വേണ്ടിയുള്ള നരകയാതനയ്ക്ക് അവസാനമാകുന്നു. ഏതായാലും കഴിഞ്ഞ 4 ദിവസം കുടിവെള്ളം ഇല്ലാത്തത് കൊണ്ട് തന്നെ സാധാരണ ഇന്നിപ്പം ആര്യ രാജേന്ദ്രൻ അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ഇതൊക്കെ വാർത്തയാക്കിയതിന് മാധ്യമങ്ങളോട് നന്ദി പറയുന്നതൊക്കെ നമ്മൾ കേട്ടു, മേയർ പറയുന്നത് നമ്മൾ കേട്ടു. പക്ഷെ അങ്ങനെയല്ല, ഇത് കോർപ്പറേഷൻ അറിയാതെ ഒരു ദിവസമല്ല 2 ദിവസമല്ല 4 ദിവസമാണ് തലസ്ഥാനത്തെ ജനങ്ങൾ വെള്ളമില്ലാതെ കഴിയേണ്ടി വന്നത്. അത്രയും ഗതികേടിലേക്ക് അവർ പോകേണ്ടി വന്നത്. എന്നിട്ട് ടാങ്കർ ലോറിയിൽ വെള്ളം എത്തിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നു, പക്ഷേ അതും എല്ലായിടത്തേക്കും എത്തുന്നില്ല. അപ്പോൾ ഇത്രയും മോശമാണോ നമ്മുടെ ഭരണ സംവിധാനങ്ങൾ? ഇതൊന്നും അറിയാതെയാണ് കോർപ്പറേഷൻ അവിടെ ഇരിക്കുന്നത്, മേയറൊക്കെ അവിടെ ഇരിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം ഇതിൽ ജല അതോറിറ്റിക്കും അതായത് സർക്കാരിനും നഗരസഭയ്ക്കും എല്ലാം വീഴ്ച വന്നിട്ടുണ്ട്. കാരണം നമ്മൾ ശ്രദ്ധിക്കണം, തിങ്കളാഴ്ചയാണ് നമുക്ക് വാട്സപ്പിലൂടെ ജല അതോറിറ്റിയുടെ ഒരു സാധാരണ അറിയിപ്പ് പോലെ തിരുവനന്തപുരം നാഗർകോവിൽ റെയിൽപാതയുടെ ഡബിളിങ്ങുമായി ബന്ധപ്പെട്ട് ഈ ലൈൻ മാറ്റി സ്ഥാപിക്കുന്നത് സംബന്ധിച്ച ഒരു വാട്സാപ്പിൽ ഒരു മെസ്സേജ് വരുന്നത്. അതായത് 5-ാം തീയതി രാവിലെ വ്യാഴാഴ്ച രാവിലെ 8 മണി മുതൽ വെള്ളിയാഴ്ച രാവിലെ 6-ാം തീയതി രാവിലെ 8 മണിക്ക് പണി തീർക്കും എന്ന രീതിയിലായിരുന്നു ഈ അറിയിപ്പ്. അതൊരു വാട്സപ്പ് മെസ്സേജ് ആയിട്ട് വരുന്നു. അത് പത്രങ്ങളിൽ ചില മാധ്യമങ്ങളിലെല്ലാം സ്ക്രോളായി പോയി കാണാം. പക്ഷേ ജനങ്ങളെ ബാധിക്കുന്ന വളരെ ഗുരുതരമായ ഒരു വർക്കായിരുന്നു ഇവിടെ നടക്കാൻ പോകുന്നത്. അത് അധികാരികൾക്കറിയാം. അത് വേണ്ട രീതിയിൽ പ്രസന്റ് ചെയ്യുന്നതിന്, അത് ജനങ്ങൾക്ക് അതിൻ്റെ ഗൗരവ സ്വഭാവം മനസ്സിലാക്കുന്നതിന് എല്ലാം ഈ ഭരണ സംവിധാനം പരാജയപ്പെട്ടു. അല്ലെങ്കിൽ അത്തരത്തിലൊരു പരാജയം നഗരസഭയുടെ ഈ ജല അതോറിറ്റിയുടെ ഭാഗത്തുണ്ടായാൽ അതിലൊരു ബദൽ സംവിധാനം ഏർപ്പെടുത്തി പകരം ടാങ്കറുകളിൽ ലോറിയിൽ ജലം എത്തിക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിന് നഗരസഭയും പൂർണ്ണമായി പരാജയപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഒരു ദിവസത്തെ അല്ലെങ്കിൽ 48 മണിക്കൂർ എന്ന് പറയുന്നു, പക്ഷേ ആ അറിയിപ്പ് പ്രകാരമാണെങ്കിൽ ഒരു ദിവസത്തെ മുന്നറിയിപ്പ് മാത്രമാണ് നൽകിയത്. ഇത്ര സീരിയസ് ആയിട്ടുള്ള ഒരു ലൈൻ മാറ്റം നടക്കുമ്പോൾ അത് ഇവർ കണക്ക് കൂട്ടിയില്ല. ഇവിടുത്തെ നമ്മൾ ഈ കാണുന്ന ഈ വാൽവിൻ്റെ ഭാഗത്ത് ഒരു തകരാറ് വരുമെന്ന് ഇവർ കണക്ക് കൂട്ടിയില്ല. മാത്രമല്ല അങ്ങനെയാണെങ്കിൽ മന്ത്രിയോ ബന്ധപ്പെട്ട അധികാരികളോ നേരിട്ട് തന്നെ ഇക്കാര്യങ്ങൾ വിശദീകരിക്കുകയും വേണ്ട മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ച ഒരു യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തേണ്ടിയിരുന്നു. അക്കാര്യത്തിൽ ഒരു പൂർണ്ണമായ ഒരു പരാജയം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ തുടക്കം മുതൽ മന്ത്രി വി ശിവൻകുട്ടിയാണെങ്കിലും റോഷി ഹസനാണെങ്കിലും മേയർ ആര്യ രാജേന്ദ്രനാണെങ്കിലും ഇക്കാര്യത്തിൽ ഒരു വലിയ പിഴവ് പറ്റിയെന്ന് തുറന്ന് സമ്മതിക്കുന്നുണ്ട്. എന്തിന് പഴയ മേയറും വി കെ പ്രശാന്തും ഒക്കെ തുറന്ന് സമ്മതിക്കുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ സമ്മതിച്ചാൽ മാത്രം മതിയോ എന്നുള്ളതാണ്. കാരണം ഭരണസിരാ കേന്ദ്രമാണ്.